ഒരു പള്ളിയിലും സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പോയിട്ടില്ലല്ലോ. അതേ സമയത്ത് കേരളത്തിൽ വഹാബി പള്ളികളിൽ പെണ്ണുങ്ങൾ ജുമുഅ ജമാഅത്തിന് പോകുന്നു. എന്താ കാരണം? ആരാ പഠിപ്പിച്ചത്? അങ്ങനെ പോയിട്ടുണ്ടോ? ഫാത്തിമ ബീവി പോയിട്ടുണ്ടോ? ആയിഷ ബീവി പോയിട്ടുണ്ടോ? നബിയുടെ ഭാര്യമാരാരെങ്കിലും പോയോ? ഉമ്മമാരെ പോയില്ല എന്ന് ആരാ പറയുന്നത്? ലക്ഷോപലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഷാഫി ഇമാം പറയാണ്, വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഇംറഅതൻ ഖറജത് ഇലാ ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ ഫീ മസ്ജിദ്. നബിയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരൊറ്റ ഭാര്യയും ജുമുഅ ജമാഅത്തിന് പോയതായിട്ട് എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. ഷാഫി ഇമാം അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആരാ അറിയാ? ഷാഫി ഇമാം പറയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഷാഫി ഇമാം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എത്ര പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണെന്നറിയോ? മഹാൻ പറയാണ്, വമാ അലിംതു അഹദൻ മിൻ സലഫിൽ മുസ്ലിമീന, നമ്മുടെ പൂർവ്വസൂരികളായ മുസ്ലിമീങ്ങളിൽ ഒരാളെയും എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. അമറ അഹദൻ മിൻ നിസാഇഹി ബിഇതിയാനി ജുമുഅത്തിൻ വലാ ജമാഅ മിൻ ലൈലിൻ വലാ നഹാർ, രാത്രിയിലോ പകലിലോ ജുമുഅക്കോ ജമാഅത്തിനോ നമ്മുടെ പൂർവ്വസൂരികളായ ഒരാളും അവരുടെ ഭാര്യമാരോട്, അവരുടെ പെൺമക്കളോട്, സഹോദരിമാരോട് ജുമുഅ ജമാഅത്തിന് പോകാൻ വേണ്ടി കൽപ്പിച്ചതായി എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. അതിൽ വല്ല പുണ്യവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരിമാരറിയണം, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരറിയണം. പള്ളിയിലുള്ള ജുമുഅക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുണ്യമുണ്ടായിരുന്നെങ്കിൽ, പള്ളിയിൽ നടക്കുന്ന അന്യപുരുഷന്മാരോടൊത്തുള്ള ജമാഅത്തിൽ മേളിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മഹത്വം ഉണ്ടായിരുന്നെങ്കിൽ, ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം പറയുന്നു, നമ്മുടെ പൂർവ്വസൂരികളല്ലേ അവരെ ഭാര്യമാരോട് കൽപ്പിക്കുക, നമ്മുടെ മുൻഗാമികളല്ലേ അവരുടെ ഭാര്യമാരോട് കൽപ്പിക്കുക. അവർക്ക് സമ്മതം കൊടുക്കൂലേ പള്ളിയിൽ പോകാൻ? അതുണ്ടായില്ല. എന്തേ കാരണം? എന്തേ ആയിഷ ബീവി പോകാതിരുന്നത്? ആയിഷ ബീവി പോകാതിരുന്നത് എന്താ? ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിമാരോട് അവിടുന്ന് പഠിപ്പിച്ച നിർദ്ദേശമാണ്. ഒരു പെണ്ണിന്റെ ഉത്തമമായ പള്ളി ഏതാണ്? ഒരു പെണ്ണിന്റെ ഉത്തമമായ പള്ളി ഏതാണ്? ഒരു പെണ്ണിന്റെ ഉത്തമമായ പള്ളി അവളെ വീടിന്റെ അന്തർഭാഗമാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു ഹദീസിലുണ്ടോ ഒരു പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ കൂടുതൽ കൂലി കിട്ടുന്നു? ഞാൻ ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ തലശ്ശേരി ഭാഗത്തൊക്കെ ഒരുപാട് പെണ്ണുങ്ങൾ ജുമുഅക്കും ജമാഅത്തിനും പോണ പെണ്ണുങ്ങളുണ്ടല്ലോ, നിങ്ങള് ആ പെണ്ണുങ്ങളെ ഭർത്താക്കന്മാരെ കണ്ടാ ചോദിക്കണം. ഒരു മൗലവിമാരോട് ചോദിച്ചോട്ടെ, ചോദിച്ചിട്ട് എന്നാ മതി മറുപടി. ഏതെങ്കിലും ഒരു ഹദീസിൽ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് നിസ്കരിക്കാതെ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ വീട്ടിൽ നിസ്കരിച്ചതിനേക്കാളും അധികം കൂലി പള്ളിയിൽ പോയി നിസ്കരിച്ചതിന്റെ പേരിൽ ആ പെണ്ണിന് കിട്ടുന്ന അറിയിക്കുന്ന ഒരു ഹദീസ്, പുണ്യ നബിയുടെ ഏതെങ്കിലും ഒരു ഹദീസ് വായിക്കാൻ പറ. ഇല്ല. എന്താ കാരണം? പുണ്യം എവിടെയെന്ന് പറഞ്ഞത് അറിയാം മുത്തുനബി, പെണ്ണിന് ഖൈർ വീടാണ്. ഖൈറുള്ള വീടുണ്ടായിട്ട് ഖൈറില്ലാത്ത പള്ളിയിൽ ആയിഷ ബീവി പോവോ? ഫാത്തിമ ബീവി പോവോ? നോക്കൂ നിങ്ങൾ, ആയിഷ ബീവിക്കൊക്കെ പള്ളിയിൽ പോയി ഹബീബായ നബി തങ്ങളെ കൂടെ നിസ്കരിക്കുമ്പോ ഒരു ഫിത്തിനും പേടിക്കണ്ട, ഒരു ഫിത്തിനും ഭയപ്പെടണ്ട. എന്തേ കാരണം? ആയിഷ ബീവിന്റെ വീടും മദീനത്തെ പള്ളിയും തമ്മിലുള്ള അകലം നിങ്ങൾ നോക്ക്. ഇന്ന് നിങ്ങൾ ഖുബ്ബത്തുൽ ഖളറാ കാണുന്നില്ലേ മദീനയില്? അത് ആയിഷ ബീവിന്റെ വീടാണത്. ആയിഷ ബീവിന്റെ വീട്ടിലാണ് പൊന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. നബിമാരെവിടെ വെച്ചാണോ വഫാത്താകുന്നതെങ്കിൽ അവിടെയാണ് അവരെ അടക്കം ചെയ്യുന്നത്. ആയിഷ ബീവിന്റെ വീട്ടിലാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറുള്ളത്. അപ്പൊ നിങ്ങൾ നോക്ക്, ആ ഗുജറാത്ത് ഷരീഫിൽ നിന്ന് മദീനത്തെ പള്ളിയിലേക്കുള്ള അകലം ഒരു കാലം എടുത്തു വെച്ചാൽ ആയിഷ ബീവിക്ക് പള്ളിയിൽ പോകാമായിരുന്നില്ലേ? ആരാ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നത്? ആയിഷ ബീവിയുടെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ഫിത്ന പേടിക്കണോ? എന്തെങ്കിലും ഫിത്ന ഭയപ്പെടണോ? എന്നിട്ടും ആയിഷ ബീവി പോയില്ല. എന്തേ കാരണം? അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ആയിഷ ഇവിടെയുള്ള ജമാഅത്തല്ല പുണ്യം, വീട്ടിലുള്ള നിസ്കാരമാണ്. പെണ്ണിന് അങ്ങനെയാണ്. അത് ഏതാണ് ആ പള്ളി? നിങ്ങൾ ആലോചിക്കണം. തലശ്ശേരിയിലെ സലഫി പള്ളിയും മദീനത്തെ പള്ളിയും ഒരുപോലെയാണെന്ന് ധരിക്കരുത്. ഏതാണ് ആ പള്ളിയുടെ മഹത്വം? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സ്വലാത്തും ഫീ മസ്ജിദി തഅദിലു അൽഫ സ്വലാത്തിൻ ഫീമാ സിവാഹു ഇല്ലൽ മസ്ജിദൽ ഹറാം. ലോകത്ത് ഏറ്റവും പുണ്യമുള്ള രണ്ട് പള്ളി അത് മസ്ജിദുൽ ഹറാമാണ്, ഒന്ന് മദീനത്തെ പള്ളിയാണ്.
എത്രയാണ്? ആയിരക്കണക്കിന് റക്അത്ത് നിസ്കരിച്ചതിന്റെ കൂലിയല്ലേ മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുന്നത്? ആ പുണ്യമേറെയുള്ള പള്ളിയിൽ പോലും നബി പത്നിമാര് പോയില്ല എങ്കിൽ ആരാണ് ഈ മുസ്ലിം സഹോദരിമാരെ പള്ളിയിലേക്ക് എഴുന്നള്ളിച്ചത്? ആരാണ് എഴുന്നള്ളിച്ചത്? അത് അള്ളാഹു റസൂൽ പഠിപ്പിച്ച ദീനിലുണ്ടോ? പരിഷ്കാരത്തിന്റെ പേരിൽ മുസ്ലിം പെണ്ണുങ്ങളുടെ ഈ പള്ളി പ്രവേശനം പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത കാര്യമല്ലേ സഹോദരങ്ങളെ? അങ്ങനെ തുടങ്ങി പലതും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ 1920 കാലം വരെ ഈ വക സാധനമൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. നബിയുടെ കാലത്ത് ദീനെത്തിയ ഒരു നാട് എത്ര മനോഹരമായി ആദർശ ഐക്യത്തിൽ കഴിഞ്ഞുകൂടിയ ഒരു നാടാ നമ്മുടെ കേരളം. അങ്ങനെയാണ് 1922 പുതിയ വാദങ്ങളുമായി ചില കക്ഷികൾ വന്നത്. ആ കക്ഷികളെ പ്രതിരോധിക്കാൻ ആ കാലഘട്ടത്തിലെ ഉലമാഗ് സടകുടഞ്ഞെഴുന്നേറ്റു. അങ്ങനെയാണ് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന പിറവിയെടുക്കുന്നത്. സമസ്ത പിറക്കാളകാരൻ തന്നെ ബിദ്അത്തിനെ പ്രതിരോധിക്കാനാണ്. സകല ബിദ്അത്തിനെയും തുറന്നു കാണിച്ചു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അവരുമായി എങ്ങനെ നിലപാട് സ്വീകരിക്കണമെന്ന് കൃത്യമായ രീതിയിൽ സമസ്ത ഇവിടെ കൃത്യമായി പഠിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അത് ഏതു പ്രസ്ഥാനങ്ങളാണെങ്കിലും വ്യത്യസ്തമായ ബിദ്അഈ കക്ഷികൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആദ്യം കടന്നു വന്നത് കേരളത്തിലെ വഹാബി പ്രസ്ഥാനമാണ്. അവരിന്ന് പല തട്ടുകളും വിവിധ വിഷയങ്ങളുമായി അവർ പോവുകയാണ്. അതിനുശേഷം കടന്നു വന്നു ഇവിടെ ജമാഅത്തെ ഇസ്ലാമി കടന്നു വന്നു, തബ്ലീഗ് ജമാഅത്ത് കടന്നു വന്നു. ആ സമയങ്ങളിലൊക്കെയും സമസ്ത വ്യക്തമായ രീതിയിൽ നിലപാട് പറഞ്ഞു. ഇപ്പൊ വിദേഹത്തിനൊക്കെ എല്ലാവർക്കും ഈ വഹാബികളൊക്കെ എല്ലാവർക്കും തിരിയൽ തുടങ്ങി. കാരണം അവരുടെ ആശയത്തിൽ ഒരു കണിശതല്ല. ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും. ഇപ്പൊ ഒരു കൂട്ടർ മുജാഹിദ് ഇപ്പൊ എവിടെ എത്തിക്കണ അറിയങ്ങള്? ഇപ്പൊ നമ്മള് ഇവിടുന്ന് മദീനയിലേക്ക് ഒരു സലാം പറഞ്ഞാൽ അത് കണ്ട് മടക്കാൻ പ്രയാസമാണ്. അതേ സമയത്ത് ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണെങ്കിൽ അത് ചിലപ്പോ മടക്കിക്കൂടായില്ല. അവിടെ എത്തിക്കുന്ന ഇപ്പൊ ഒരു ടീം. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടിയൊക്കെ നമ്മൾ ആദർശ പ്രഭാഷണങ്ങൾ നടന്നോട്ടെ. തലശ്ശേരി പാലത്തുമെന്ന് സലാം പറഞ്ഞയച്ചാലും അവിടെ എത്തുന്നുള്ളൂ ഇവരെ കൊണ്ട് നമ്മൾ പറയും. ഞാൻ അത് വെറുതെ പറയല്ല. തൗഹീദ് ഒരു പഠനം എന്ന പേരിൽ ഒരു മൗലവി ഒരു പുസ്തകം എഴുതിയത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ഈ സദസ്സിൽ ചെറുപ്പക്കാരുണ്ടല്ലോ, തൗഹീദ് ഒരു പഠനം. ആരാ പുസ്തകം എഴുതിയതെന്നറിയോ? കൊട്ടപ്പുറം സംവാദം നടന്നില്ലേ 1983 നമ്മളെ മുത്തു ശൈഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് നയിച്ച സംവാദം. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ആയുസ് കൂട്ടി കൊടുക്കട്ടെ. ആ സംവാദത്തിൽ വഹാബി പക്ഷത്തിൽ നിന്ന് വിഷയം അവതരിപ്പിച്ച മൗലവി CP ഉമർ സുല്ലമി, അയാൾ എഴുതിയ പുസ്തകമുണ്ട് തൗഹീദ് ഒരു പഠനം. നിങ്ങൾ ആ പുസ്തകത്തിന്റെ 210 പേജ് ഒന്ന് വായിക്കും. 210 പേജ്. ഓൺലൈനിലൂടെ എന്റെ പ്രസംഗം കേൾക്കുന്ന സലഫികൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഞാൻ ഈ പറയുന്ന ആശയം ആ പുസ്തകത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക. എന്താണ് ആ പുസ്തകത്തിൽ പറയുന്നത് അറിയോ? ഒരു വ്യക്തി ഒരു എഞ്ചിനീയറോട് സഹായം ചോദിക്കുമ്പോൾ അയാളെ കഴിവിൽപ്പെട്ടത് ചോദിക്കണം. ഒരു വൈദ്യന്റെ അടുത്ത് ചെന്ന് സഹായം ചോദിക്കുമ്പോൾ അയാളെ കഴിവിൽപ്പെട്ടത് ചോദിക്കണം. ഇനി തിരിച്ചു ചോദിച്ചാലോ? ഒരു ഉദാഹരണത്തിന് ഒരു എഞ്ചിനീയറോട് ഇപ്പൊ ഒരാള് ഈ സദസ്സിൽപ്പെട്ട ഒരു സാധാരണക്കാരൻ ചോദിക്കുകയാണ്. എന്താ ചോദിക്കണ അറിയോ? എന്താന്നറിയില്ല, എനിക്ക് വല്ലാത്ത വയറിനൊരു അസ്വസ്ഥത, എന്താ സാറേന്ന് ചോദിച്ചാൽ അതോടുകൂടെ ഈ ചോദിച്ചോ മുശ്രിക്കായി. പണ്ടൊക്കെ ശിർക്ക് കുത്തുബിയത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടൊക്കെ ഒരു ശിർക്ക് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയതൊരു മക്കാമിലെങ്കിലും പോകേണ്ടിയിരുന്നു. ഇപ്പൊ എഞ്ചിനീയറോട് എഞ്ചിനീയറെ കഴിവിൽ പെട്ടതല്ലത്, അതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരാളോട് പൈസ ചോദിക്കുകയാണ്. മോളെ കല്യാണൊക്കെ റെഡി ആയിരുന്നു. അജയരെ മോളെ കല്യാണൊക്കെ റെഡി ആയിട്ടുണ്ട്, നിങ്ങളൊരു 3 ലക്ഷം റുപ്യ വായ്പ തരണട്ടാന്ന് പറഞ്ഞാൽ ആജേർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മുശ്രിക്കായി. ഇവരൊക്കെ നമ്മളെ ദുനിയാവില് നമ്മളെ ഇടയിൽ ജീവിക്കുന്നുണ്ടല്ലോ മതത്തിന്റെ പേരിൽ നിന്ന് ആലോചിച്ചിട്ടാ എനിക്കൊക്കെ നാണക്കേട്. ഈ ഉമ്മത്തിനെ എരപ്പാക്കണ ഒരുപാതിരി ശിർക്കന്റെ ഫത്വകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ മതം എവിടെ എത്തി? എത്ര സുന്ദരമായ ഒരു മതാണ്. എന്നിട്ട് പേരുദോഷം എന്താണെന്നറിയോ? ഈ മതത്തെ വഷളാക്കണ ആരാ? സുന്നികളാണ്.
എല്ലാ വേണ്ടാത്തവരും ചെയ്യണു വരാ. ഇപ്പൊ ഇവരിലേക്ക് ആളുകൾ പോക്കൊക്കെ കുറവാ. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇവരാകെ പല കക്ഷികളായി. മാത്രല്ല കാസർഗോഡ് പറഞ്ഞത് തിരുവനന്തപുരത്ത് അതേ ഗ്രൂപ്പിൽപ്പെട്ട മൗലവി തിരുത്തേണ്ട ഗതികേടായി. എന്തൊക്കെയാ പറയുന്നത്? ഇപ്പൊ കാസർഗോഡ് ഒരു ഗ്രൂപ്പ് മുജാഹിദിന്റെ വേദിയിൽ വെച്ച് പറഞ്ഞു, അമ്മമാർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് എന്ത്, നമ്മൾ ഈ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ വലത്തേ ചെവിയിൽ ബാങ്കു ഇടത്തേ ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കൂലേ, അത് വേണ്ടാന്നപ്പ കാസർഗോഡ് ഒരു മൗലവി പറഞ്ഞു. അതേ ഗ്രൂപ്പിന്റെ മൗലവി കോഴിക്കോട് നിന്ന് തിരുത്തിയിട്ട് പറഞ്ഞു അത് അയാളടുത്ത് വന്ന അബദ്ധമാണ്, അങ്ങനെ പറയാൻ പാടില്ല. ബാങ്കു ഇക്കാമത്തും കൊടുക്കണ്ടെന്ന്. കാരണം എന്താ അറിയോ? പിശാചിന് നല്ല ഇഷ്ടപ്പെട്ട ഫത്വ ഇവർ കൊടുക്കുന്നത്. എന്തിനാ നമ്മൾ ബാങ്ക് കൊടുക്കണത്? ഒരു കുഞ്ഞ് ഈ ഭൂമി ലോകത്തേക്ക് വീണാല് ആദ്യമായി ഭൂമി ലോകത്ത് നിന്ന് കേൾക്കേണ്ട ശബ്ദം അത് പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദമാണ്, അല്ലാഹ് എന്നുള്ള ശബ്ദം. അതിനാ ബാങ്ക്. ആ ബാങ്ക് കേട്ടാൽ ഉമ്മുസുബിയ എന്ന് പറയുന്ന പിശാച് ബാധ കുട്ടികളെ ഏൽക്കൂലാന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചു പഠിപ്പിച്ചെന്നത്. മുത്തുനബി തങ്ങൾക്ക് പേരക്കുട്ടികളുണ്ടായി, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. മുത്തുനബി തങ്ങൾക്ക് പേരക്കുട്ടികളുണ്ടായപ്പോ കൊടുത്തു. ഇവർക്ക് അംഗീകരിക്കാവുന്ന ഇവരുടെ നേതാക്കൾ തന്നെ ഇത്തരം ഹദീസുകളെ സ്വഹീഹായി ഉദ്ധരിച്ചു. പക്ഷെ ഇപ്പൊ അടുത്ത് പറഞ്ഞു തുടങ്ങുക ബാങ്ക് കൊടുക്കണ്ട. നല്ല രസമുള്ള പരിപാടിയാ. കോഴിക്കോട് ഒരു കൂട്ടർ മുജാഹിദ് സമ്മേളനം നടത്തി. ആ സമ്മേളനത്തില് കുട്ടശ്ശേരി മുഹമ്മദ് മൗലവി എന്ന് പറഞ്ഞൊരു മൗലവി ഉണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള മൗലവിയാ. അയാൾ പറഞ്ഞ എന്താ നിങ്ങള്, ഈച്ച വെള്ളത്തിൽ വീണാൽ, ബുഖാരിയിലെ ഒരു ഹദീസാണ്, ഈച്ച ഒരു വെള്ളത്തിൽ വീണ എന്താ ചെയ്യണ്ട്, ഈച്ചനെ മുഴുവനായിട്ട് മുക്കണം. മൗലവി പറയാണ് ആ ഹദീസ് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ നബി പറഞ്ഞല്ലേ, നബി പറഞ്ഞോട്ടെ. നബി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഹദീസാണ് കേൾക്കരുത്. അതിന് മുജാഹിദ് ചില ഡിമാൻഡ് ഒക്കെ വെച്ചിട്ടുണ്ട്, നിബന്ധന വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നെന്തെന്നറിയോ? അതിലൊന്ന് പറയുന്നത് ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഇവർ പറയുന്നത് എന്തറിയോ, ഖുർആനിന് എതിരാകാൻ പാടില്ല. സുബ്ഹാന ജല്ല ജലാലു. ഹദീസ് ഉണ്ടോ ഖുർആനിന് എതിരാകുന്നത്? ഈ മൗലവിമാരെ വിവരക്കേടല്ലേ ഈ സമൂഹം കേൾക്കേണ്ടി വരുന്നത്? ഓ എന്റെ സഹോദരങ്ങളെ, ഖുർആനിന്റെ വ്യാഖ്യാനമല്ലേ മുത്തുനബി തങ്ങളെ ജീവിതം. അള്ളയും റസൂലും തമ്മിൽ സംഘട്ടന ഉണ്ടാകോ? എന്തൊരു എരപ്പത്തരമാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. മൗലവിമാര് പറയുന്നുണ്ട് ചില ഹദീസുകൾ ഖുർആനിന് എതിരാണെന്ന്. ഏതാണ് ഹദീസ്? ഹദീസ് ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ച ഹദീസ് തന്നെയാണ്. ഏതാണ് ഹദീസ് എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മയ്യത്ത് ഖബറടക്കം ചെയ്തു കഴിഞ്ഞാൽ, ഒരു മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ വതവല്ല അൻഹു അസ്ഹാബുഹു, ആ മയ്യത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ ആ ഖബറിന്റെ സമീപത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ വഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം, ആ പിരിഞ്ഞു പോകുന്ന ആളുകളുടെ ചെരിപ്പടിക്കാലിന്റെ ശബ്ദം ഖബറാളി കേൾക്കും. അപ്പൊ മയ്യത്ത് കേൾക്കും. ഇത് ഖുർആനിനെതിരാണ്. ഖുർആനിനെതിരായ ഹദീസായിട്ട് ഉദാഹരണം കൊണ്ടുവരുന്നത് ഈ ഹദീസാ. എത്ര വലിയ വിവരക്കേടാണ്. അപ്പൊ ഈ ഹദീസിന് എതിരായിട്ട് ഒരു ആയത്തുണ്ടോ? ഉണ്ട് എന്നാ മൗലവിമാര് പറയണത്. ഉമ്മമാരെ വിവരക്കേടാണ് ആയിട്ട് പറയുന്നത്. ഏതാണോ ഒരു പറയുന്ന ആയത്ത് അറിയങ്ങള്? അത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നംലിലെ 80-ാം വചനാണ്. അതിന് ഇവര് പഠിച്ച അർത്ഥമല്ല ഇതിനുള്ളത്. അവിടെയാ പ്രശ്നോ. സ്വന്തം നിലക്ക് ഖുർആൻ പഠിക്കാൻ പോകരുത്. മുഫസ്സിറുകൾ എങ്ങനെ ഖുർആൻ വ്യാഖ്യാനിച്ചു അതുപോലെ പഠിക്കണം. എന്നാ മുസീബത്ത് ഉണ്ടാവൂല, അല്ലെങ്കിൽ വൈരുദ്ധ്യമൊക്കെ തോന്നും. ഏതാണ് ആയത്ത്? അത് ഞാൻ പറയാം. ഇന്നക ലാ തുസ്മിഉൽ മൗത. ഇവര് പറയൽ എന്താ ഇതിനർത്ഥം? ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞ എന്താ വഹാബികൾ കൊടുക്കാറുള്ള അർത്ഥം? നിങ്ങള് മരിച്ചോര് കേൾക്കൂല. ആ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. അതല്ല ഇതിനർത്ഥം. അതിന്റെ അർത്ഥം അതല്ല. ഓൺലൈനിൽ കേൾക്കുന്നുണ്ടാവൂലോ മൗലവിമാര്, നിങ്ങൾക്ക് ഇടങ്ങേറുണ്ടാവും ഞാൻ അത് പറയുമ്പോൾ. എനിക്കറിയാം അതിന്റെ അർത്ഥം അതാ. എന്തിനാ ഉമ്മത്തിനോട് നുണ പറയും നിങ്ങള്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കണത്? ഉള്ളത് പറഞ്ഞു പഠിപ്പിക്കും. അതിന്റെ അർത്ഥം മരിച്ചോര് കേൾക്കൂല എന്നാ. സഹോദര, ഇമാം തബരിയുടെ തഫ്സീർ ഒന്ന് വായിക്ക്. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാൻ പറയുന്നുണ്ട്, വഖൗലുഹു ഇന്നക ലാ തുസ്മിഉൽ മൗത യഖൂൽ, അല്ലാഹ് പറയുന്നത് എന്തറിയോ? ഇന്നക യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, ലാ തഖ്ദിറു, നിങ്ങൾക്ക് കഴിയൂല, അൻ തുഫഹിമൽ ഹഖ മൻ തബഅ അല്ലാഹു അലാ ഖൽബിഹി ഫഅമാത, ഹൃദയം മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയൂല. നമ്മൾ സാധാരണ ചില രക്ഷിതാക്കൾ പറയലുണ്ടല്ലോ, സാദേ എന്റെ മൂത്തൊരു ചെക്കനുണ്ട്, ഇത്ര പറഞ്ഞാലും കേൾക്കൂല. അതിന്റെ അർത്ഥം എന്താ? ഓൻ ചെവിപ്പൊട്ടനാണ് അതിന്റെ അർത്ഥം. അനുസരണയുടെ കേൾവി കേൾക്കൂലെന്നല്ലേ?
ഇതേ ഈ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. എന്നിട്ട് മരിച്ചോര് കേൾക്കൂല, മുത്തുനബി തങ്ങൾ പറഞ്ഞതാ. മയ്യത്ത് കേൾക്കും, സ്വഹീഹായ ഹദീസാണ്. അപ്പൊ ഇവർക്ക് ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഖുർആനിനെതിരാകാൻ പാടില്ല. സഹോദരങ്ങളെ, മഹാനായ അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബി വര്യനാണ്. അവര് ചെയ്ത വസിയ്യത്ത് കാണാം. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അവിടുന്ന് പറയുകയാണ്, ഫൈദാ ദഫൻതുമൂനി, നിങ്ങൾ എന്നെ മറവ് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ മറവ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിലേക്ക് നിങ്ങൾ മണ്ണ് വാരിയിടണം. സുമ്മ അഖീമു ഹൗല ഖബ്രി ഖദ്റ മാ തുൻഹറു ജസൂറും വയുഖ്സമു ലഹ്മുഹാ. മഹാനവറുകൾ പറയുന്നത്, അതിനുശേഷം ഖബറിന്റെ ചാരത്ത് നിങ്ങൾ അതിന്റെ ചുറ്റുവട്ടത്ത് ഒരല്പസമയം നിൽക്കണേ. ഒരു ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യാൻ ആവശ്യമായ സമയം നിങ്ങൾ എന്റെ ഖബറിന്റെ സമീപത്ത് ചെലവഴിക്കണേ എന്ന് സ്വഹാബി വര്യനായ അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്യുകയാണ്. എന്താണ് അതിന്റെ കാരണം? ഹത്താ അസ്തഗ്നിസ ബിക്കും, ഞാൻ നിങ്ങളെ കണ്ട് സന്തോഷിക്കാനാണ്. ആ ഖബറിന്റെ പരിസരത്ത് നിൽക്കുന്നവരെ കണ്ടിട്ട് ഖബറാളി സന്തോഷിക്കാനാണ്. ആലോചിച്ചു നോക്കി. അപ്പൊ മരിച്ചോര് കേൾക്കുമെന്ന് വെച്ചാൽ മരിച്ചോര് കേൾക്കും. അപ്പൊ ഇവര് പറയാണ്, ആയത്തിനെതിരാകാത്ത ഹദീസായിരിക്കണം. ഇതൊരു കഷ്ടം. പിന്നെന്തു വേണം? ബുദ്ധിക്കെതിരാകാൻ പാടില്ല, ശാസ്ത്രത്തിനെതിരാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈച്ച വീണ ഹദീസ് ഇവർക്ക് സ്വീകാര്യമല്ലാത്തത്. ഈച്ച വെള്ളത്തിൽ വീണാൽ 14 നൂറ്റാണ്ട് മുമ്പ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു, ആ ഈച്ചയെ മുഴുവനായി മുക്കണം. എന്തിനാ മുക്കുന്നത്? ഈച്ചയുടെ ഒരു ചിറകിൽ വിഷമാണെങ്കിൽ അതിന്റെ മറ്റേ ചിറകിലുള്ളത് ഔഷധമാണ്. ലോകത്ത് ഏതെങ്കിലും ഇന്നോളമുള്ള ഒരു ശാസ്ത്രജ്ഞൻ പുണ്യനബിയുടെ ഈ ഹദീസ് വെച്ചുകൊണ്ട് ഈച്ചയുടെ മറുചിറകിൽ ഈ വിഷത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഔഷധമില്ല എന്ന് പഠനത്തിൽ തെളിയിച്ചതായി ഏതെങ്കിലും ഒരു വഹാബിക്ക് അത് തെളിവ് സഹിതം സമർത്ഥിക്കാൻ കഴിയും? ഡോക്ടർ കൈറോത്തുമീസ് ക്രൈസ്തവ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈച്ച വെള്ളത്തിൽ വീണ സമയത്ത് അതിനെ മുഴുവനായി മുക്കിയപ്പോഴും വീണ സമയമുള്ള വെള്ളവും തമ്മിൽ ഞാൻ പഠന വിധേയമാക്കിയപ്പോൾ എനിക്ക് ചില വ്യത്യാസങ്ങൾ എനിക്ക് ആ വെള്ളത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവരക്കേടല്ലേ പറയുന്നത്?